വെൽക്കം ടു ലാഫ് ആൻഡ് ലേൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളെ എങ്ങനെ വളരെ എളുപ്പത്തിൽ സ്പെല്ലിംഗ് പഠിപ്പിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് 100% സക്സസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഞാൻ എൻ്റെ കുട്ടിയിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതിന് ചെയ്യേണ്ട കാര്യം കുട്ടികളെ ഫോണിക് സൗണ്ടുകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ലെറ്റർ പഠിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലെറ്റർ പഠിച്ച കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, ഫോണിക് സൗണ്ട് പഠിച്ചിരിക്കണം. ഫോണിക് സൗണ്ട് പഠിപ്പിക്കുന്നതിലൂടെ രണ്ട് കാര്യമുണ്ട്. അവർ പെട്ടെന്ന് റീഡ് ചെയ്യാൻ പഠിക്കും എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ടാണ്. വളരെ പെട്ടെന്ന് റീഡ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിക്കാനും അവർ ഓർത്ത് വെക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വേർഡ്സ്, 3 ലെറ്റർ ഒക്കെ ഉള്ള വേർഡ്സ്, ഡാഡ്. അപ്പോൾ ഡാഡ് ഇതുപോലത്തെ കുഞ്ഞു വേർഡ്സ് ഒക്കെ കുട്ടികൾ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യും, കാരണം അവർ ബൈ ഹാർട്ട് ആയിട്ടൊന്നും പഠിക്കാണ്ടിരിക്കില്ല. പക്ഷെ അതിന്റെ ഒരു മെത്തേഡിൽ പഠിപ്പിക്കുകയാണെങ്കിൽ വലിയ വേർഡ്സ് വരുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ പഠിച്ചെടുക്കാൻ പറ്റും. ഉദാഹരണം, ഞാൻ ഇതുപോലെ ഒരു മെത്തേഡാണ് പ്രയോഗിച്ചത്. ഡാഡ്. അപ്പോൾ കുട്ടിക്ക് മെമ്മറിയിൽ ഞാൻ ഈ പ്ലസ് ഐക്കൺ ഇട്ട് കഴിയുന്നതോടുകൂടി അവരുടെ മെമ്മറിയിലും ഇതേപോലെ തന്നെ അങ്ങനെ നിൽക്കും. ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതുപോലെ ഒരു തവണ എഴുതിയിട്ട് കാണിക്കും. അതിനുശേഷം കുട്ടി ഇത് ബോർഡിൽ ഓർത്ത് ഈ പ്ലസ് ഐക്കൺ ഇട്ടിട്ട് ചെയ്യും. ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വരും, അപ്പോൾ ഇതിൽ നോക്കി കറക്റ്റ് ചെയ്യും. അതോടുകൂടി അത് അവിടെ ക്യാച്ച് ചെയ്യും. പിന്നീട് അങ്ങനെ തെറ്റിക്കാറില്ല. ഒരു ദിവസം ഒരു 10 വേർഡ്സ് ഒക്കെ ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം വലിയ വേർഡ്സ്, ചെറിയ വേർഡ്സ് ഓക്കെ, വലിയ വേർഡ്സ് ഇപ്പോൾ ഗ്രീറ്റിംഗിലെ വേർഡ്സ് ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഈ ലെറ്റേഴ്സ് ഒക്കെ, ഈ ഫോണിക് സൗണ്ടൊക്കെ അവൾ 3 വയസ്സിൽ തന്നെ വായിക്കാൻ പഠിച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇത്രയും ഓർത്തെടുക്കാം. ഗ്രീറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ലെറ്റർ ഈ ഡബിൾ ഇ ആണ് വരുന്നതെന്നൊക്കെ കുട്ടിയുടെ മനസ്സിലുണ്ട്. അതുപോലെ ഈ ING മിക്ക വേർഡ്സിനും ഉള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ എന്ത് വെർബൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഈ വേർഡ്സ് ഒക്കെ വരും. സ്വിമ്മിങ്, ഡാൻസിങ്, സിംഗിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ സൗണ്ടും കൂടി ആദ്യം തന്നെ പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റേ അല്ല പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ അവളെ സംബന്ധിച്ചിട്ട് ഗ്രീറ്റിംഗ് ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം കാണിക്കുമ്പോൾ തന്നെ അത് സംഭവം ഏറ്റിട്ടുണ്ട്. പിന്നെ എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ ഒരു വലിയ പ്രശ്നമായത് ഈ ടീച്ചർ എന്നുള്ള വേർഡാണ്. ടീച്ചർ എന്നുള്ള വേർഡ്സിൽ TE ഉള്ള വേർഡ്സ് മിക്കവാറും വിടും, ഈ എ വിടും. അതുപോലെ ഈ CH അറിയും, പക്ഷേ ഇതിന്റെ അടുത്തുള്ള ഇയും വിടും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനായി ഞാൻ ടീച്ചർ എന്നുള്ള വേർഡ്സിനെ പിരിച്ചെഴുതിയിരിക്കുന്നു. ടീച്ചർ. അപ്പൊ ടി എന്ന വേർഡ് കുട്ടിക്ക് അറിയായിരുന്നു. ടി, ചായ. ആ സംഭവം മൈൻഡിൽ ഇട്ടുകൊണ്ടാണ് ടി അവളെ ഓർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിക്സ് വെച്ചിട്ട് ആ ഒരു രീതിയിൽ ചോക്ലേറ്റിന് വേണ്ടിയിട്ടാണ് ഈ CH ഫസ്റ്റിൽ അവളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളുമായിട്ട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് പഠിക്കും. അതേപോലെ ഓറഞ്ചും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഓറഞ്ചിന് എയും ഓയും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നം അവർക്കുണ്ടായിരുന്നു. ഓ എഴുതിപ്പോയി എയുടെ അടുത്ത്. അപ്പൊ ഞാൻ ഇതിനെ 3ആയിട്ട് തിരിച്ച്, ഓർ, ആൻ എന്നാകുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ഓർ. അപ്പൊ പെട്ടെന്ന് തന്നെ പിന്നെ ആ ഒരു സംശയം ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഇടയ്ക്ക് ഓ കയറി വരുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈസി ആയിട്ട് എഴുതും. അപ്പൊ മോള് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് എഴുതുന്നതായിട്ട് ഒരു വീഡിയോ നമുക്ക് നോക്കാം. അവിടെ പെട്ടെന്ന് ചെയ്യുന്നത് മോള് തന്നെ പഠിക്കുന്ന ഒരു മെത്തേഡ് അവളെ തന്നെ ഇതിലൂടെ പറയുന്നുണ്ട്, വീഡിയോയിലൂടെ. നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം. L plus F plus N equals 11. 2 plus dent equals student. Orange, orange.
അപ്പൊ സ്പെല്ലിംഗ് പഠിപ്പിക്കാനുള്ള നമ്മുടെ പുതിയ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മക്കളെ ട്രൈ ചെയ്ത് നോക്കണേ. അഥവാ അത് നോക്കിയിട്ട് കിട്ടുന്ന ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.